പ്രിയമുള്ള കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, തമിഴ്നാട് സ്റ്റൈലിൽ നമ്മൾ ഒരു ഉണക്കമീൻ കറിയാണ് ഇന്നുണ്ടാക്കുന്ന വീഡിയോ. ഇതിൽ എന്തെല്ലാം ചേരുവകളാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇതിലേക്കായിട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മീൻപുള്ളി അല്ലെങ്കിൽ കുടംപുളി എന്നൊക്കെ പറയുന്നത് 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേമ്പ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പടവലങ്ങ ഒരു ചെറിയ കഷ്ണം അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് തക്കാളിപ്പഴമാണ്. അത് 2 എടുത്തിട്ടുണ്ട്. പടവലങ്ങ ആദ്യമേ എടുത്തരിയാം. ഇതേ രീതിയിലാണ്, നീളത്തിലാണ് പടവലങ്ങ അരിഞ്ഞെടുക്കേണ്ടത്. ഈ കാണുന്നത് പോലെ നീളത്തിൽ പടവലങ്ങ അരിഞ്ഞെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ നെടുകെ കട്ട് ചെയ്തതിന് ശേഷം അതും നീളത്തിൽ, ഈ കാണുന്നത് പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളിപ്പഴമാണ്. അതും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. കൂട്ടുകാരെ, ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ഹൈപ്പോടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ തക്കാളിപ്പഴവും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേമ്പാണ് എടുത്തത്. ചേമ്പും ഈ കാണുന്ന രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. ചേമ്പ് എടുത്താൽ ചുറിയുന്നവർക്ക് ആദ്യം തന്നെ കയ്യിൽ അല്പം വെളിച്ചെണ്ണയോ എണ്ണയോ തേക്കാവുന്നതാണ്. നീളത്തിൽ ഇത് ഈ കാണുന്നത് പോലെ അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ ചേമ്പെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ചേരുവകളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കുന്ന മീൻ നമ്മൾ കടവരാലാണ്, ഒരു പാക്കറ്റ് കടവരാലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ തേങ്ങ ചിരകിയില്ലായിരുന്നു. ഇത്രയും തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ പച്ചമുളക് ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇത് ചവയ്ക്കാനുള്ളതായതുകൊണ്ട്, അല്ലെങ്കിൽ പച്ചമുളക് ചവഞ്ഞ് കിട്ടുകയില്ല. നമുക്ക് പുളി എടുത്ത് വെള്ളത്തിലേക്ക് ഇടാം. അടുത്തായിട്ട് നമ്മൾ മീൻചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർക്കുകയാണ്. അതിനുശേഷം ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ശേഷം ഒരു സ്പൂണോളം മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. പച്ചമുളക് ഉള്ളത് കൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി. തൽക്കാലം ഇതിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഉപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ആദ്യം നമ്മൾ 3 പച്ചമുളക് ഉപയോഗിച്ചത് ചതച്ചെടുക്കാൻ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ ചെറിയ 1-2 കഷ്ണം മുരിങ്ങയ്ക്ക ഇതിലേക്ക് കീറിയിടുന്നുണ്ട്. അത് കഴുകി വെച്ചിരുന്നത് നമ്മൾ എടുത്ത് കീറിയിടുകയാണ്. കൂട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മുടെ ചട്ടി അതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ. ഒരടപ്പ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. അല്പം കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളി ഇട്ട് കൊടുക്കുക, കുടംപുളി. ശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മിക്സിയിലാണ് ചതച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ
ജാറ് കഴുകിയ വെള്ളവും നമ്മളത് അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൂട്ടുകാരെ, വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് ഉണക്കമീൻ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് മീൻ ഉപയോഗിക്കുക. നമുക്ക് അല്പം വെള്ളം കൂടെ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. നമുക്ക് അല്പം ഉപ്പൂടെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അത്രയും യോജിച്ച ഉപ്പ് അതിന് ആഡ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് വേവിക്കുക. അതേപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. എല്ലാം കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ശേഷം നമ്മൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ അതെടുത്ത് കറക്കി മാറ്റുകയാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മളുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.